നമസ്കാരം. ബിജൂസ് PSCയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലായിട്ട് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഏതാണ്ടൊക്കെ പറഞ്ഞു അല്ലേ. 1885 മുതൽ 1947 വരെയുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനമാണ് പറഞ്ഞു നമ്മൾ. പിന്നെ അതുപോലെ കേരള നവോത്ഥാനവും പറഞ്ഞു. കേരള നവോത്ഥാനം എന്ന് പറഞ്ഞിട്ട് നവോത്ഥാന നായകന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. നമ്മുടെ ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, വൈകുണ്ഠസ്വാമി, തെക്കാടയ്യ, ബ്രഹ്മാനന്ദ ശിവയോഗി, കുമാരനാശാൻ, മന്നത്ത് പത്മനാഭൻ, അങ്ങനെ ഒരുപാട് പേരെ കുറിച്ചിട്ട് നമ്മളൊരു 10-20ഓളം സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച് പറയുകയുണ്ടായി. അതെല്ലാം കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരത് കാണുക. കാരണം നമ്മുടെ PSCയുടെ എല്ലാ പരീക്ഷകൾക്കും ഈ പറഞ്ഞ ഭാഗത്തുനിന്ന് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ സെക്രട്ടേറിയറ്റിന് പരീക്ഷ വരാൻ പോവാണല്ലോ. 24-ാം തീയതി സെക്രട്ടേറിയറ്റിന് പരീക്ഷയാണ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് HSA സോഷ്യറ്റീസ് പരീക്ഷ വരും. അതിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ അതിനൊക്കെ വളരെ ആവശ്യമായിട്ടുള്ളൊരു പോർഷനാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണൊക്കെ അമർത്തി കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. അപ്പോൾ ഞാൻ ഇന്ന് ആധുനിക തിരുവിതാംകൂർ പറഞ്ഞു തുടങ്ങാം. ആധുനിക തിരുവിതാംകൂർ അതിന്റെ സൃഷ്ടാവിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. ആരാണ് ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവ്? പെട്ടെന്ന് നമ്മൾ പറയും മാർത്താണ്ഡവർമ്മ എന്ന് പറയും. അപ്പോൾ PSCയുടെ പുതിയ ചോദ്യം ചോദിക്കൽ രീതി വെച്ച് പറയുകയാണെങ്കിൽ അത് നമ്മൾ വലയ്ക്കുന്ന ഒരു രീതിയിലായിരിക്കും ഓപ്ഷൻ. വലയ്ക്കുന്ന രീതിയിൽ ആയിരുന്നു ഇടയ്ക്കുണ്ടായിരുന്ന ഒരു ചോദ്യ പേപ്പറിൽ ഒരു ഓപ്ഷൻ കൊടുത്തിരുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞത്. അത് ചോദ്യം ഇങ്ങനെയായിരുന്നു: തൃപ്പടി ദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവാര്? അറിയാലോ, മാർത്താണ്ഡവർമ്മ. പക്ഷെ ഓപ്ഷൻ ഇങ്ങനെയായിരുന്നു: അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ, ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ, ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ, വീര ഉദയ മാർത്താണ്ഡവർമ്മ. അപ്പൊ അതില് ഏതാ മാർത്താണ്ഡവർമ്മ? അത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ബാക്കിയെല്ലാം തിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അപ്പൊ ആദ്യത്തെ ആള് 1729 മുതൽ 1758 വരെ തിരുവിതാംകൂർ ഭരിച്ച ആള് അത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആദ്യത്തെ ആള്. അപ്പൊ അദ്ദേഹത്തെയാണ് നമ്മൾ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്ന് പറയുന്നത്. ആധുനിക തിരുവിതാംകൂർ സൃഷ്ടിച്ചെടുത്തു അദ്ദേഹം. ആദ്യം വേണാടിലെ രാജാവായിരുന്നു, വേണാടിലെ യുവരാജാവായിരുന്നു. പിന്നീട് അദ്ദേഹം വേണാടിലെ രാജാവായി. വേണാടിന്റെ ചുറ്റുപാടുമുണ്ടായിരുന്ന പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുത്ത് വേണാടിനോട് ചേർത്ത് ആധുനിക തിരുവിതാംകൂർ സൃഷ്ടിച്ചു. അപ്പൊ അതിനിടയ്ക്കാണ് അദ്ദേഹം ആ യുവരാജാവായിരിക്കുന്ന കാര്യം ഞാൻ എടുത്തു പറഞ്ഞതിന് കാരണം, ആ യുവരാജാവായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ഒരു ശ്രമമൊക്കെ വേണാട്ടിലുണ്ടായി. കാലത്ത് വേണാട് ഭരിച്ചത് രാമവർമ്മ എന്ന് പറയുന്ന രാജാവിന്റെ മൂത്ത സഹോദരിയുടെ മൂത്ത മകനാണ് നമ്മുടെ ഈ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നയാള്. അപ്പോൾ തിരുവിതാംകൂറിലെ കാലത്ത് മരുമക്കത്തായ സമ്പ്രദായമാണുള്ളത്. അപ്പൊ ആരാണ് രാജ്യം ഭരിക്കുന്നത്? അയാളുടെ മൂത്ത സഹോദരിയുടെ മൂത്ത മകൻ രാജാവാകും. അങ്ങനെയാണ് മാർത്താണ്ഡവർമ്മ രാജാവാകാൻ പോകുന്നത്. അപ്പൊ അതിനെ എതിർക്കുകയുണ്ടായി രാജാവിന്റെ 2 ആൺമക്കൾ, 2 തമ്പിമാര്, പപ്പുത്തമ്പിയും രാമൻ തമ്പിയും. തമ്പിമാർ പറഞ്ഞു തിരുവിതാംകൂറിൽ മക്കത്തായം വേണം, തമ്പിക്ക് രാജാവാണ്. അപ്പൊ തമ്പിമാരെ സഹായിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടായിരുന്ന 8 നായർ കുടുംബക്കാർ കൂടി ഉണ്ടായി, 8 വീട്ടിപ്പിള്ളമാര്. അക്കാലത്ത് തിരുവിതാംകൂറിലെ ജന്മിമാര്. ഏതാണ്ട് ഭരണകാര്യങ്ങളിലൊക്കെ അവരാണ് നിയന്ത്രിച്ചിരുന്നതെന്ന് പറയാം. അപ്പൊ ഈ പിള്ളമാരും തമ്പിമാരും കൂടെ ചേർന്നിട്ട് മാർത്താണ്ഡവർമ്മയെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചു. ഒരു സന്ദർഭത്തിൽ അവർ വിജയിച്ചു എന്ന് തന്നെ തോന്നി. നെയ്യാറ്റിങ്കര വെച്ചേ, നെയ്യാറ്റിങ്കര കൃഷ്ണൻകോവിലിന്റെ സമീപത്ത് വെച്ച് 8 വീട്ടിൽപ്പെട്ട സൈന്യം മാർത്താണ്ഡവർമ്മയെ ഇപ്പൊ പിടികൂടി വധിക്കുമെന്നൊരവസ്ഥ വരുന്നു. അപ്പോഴാണ് മാർത്താണ്ഡവർമ്മയെ ഭ്രാന്തൻ ചാന്നാൻ എന്ന് പറയുന്ന ആൾ രക്ഷിക്കുന്നത്. ഭ്രാന്തൻ ചാന്നാൻ എന്ന് പറയുന്നത് 8 വീട്ടിൽപ്പിള്ളമാരുടെ തന്നെ കുടുംബത്തിലുണ്ടായിരുന്ന അനന്തപത്മനാഭനാണ്. അനന്തപത്മനാഭൻ ഭ്രാന്തനായിട്ട് ഇങ്ങനെ വേഷം മാറി നടക്കുകയായിരുന്നു. നമ്മൾ മാർത്താണ്ഡവർമ്മയും ധർമ്മരാജയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇയാള് ഈ നമ്മുടെ ഭ്രാന്തൻ ചാന്നാൻ 8 വീട്ടിൽപ്പിള്ളമാരുടെ സൈന്യം മാർത്താണ്ഡവർമ്മയെ ഓടിച്ചു വരുന്ന സമയത്ത് മാർത്താണ്ഡവർമ്മയെ പിടിച്ചൊരു പ്ലാവിന്റെ പൊത്തിനകത്ത് ഒളിപ്പിച്ചു. എന്നിട്ട് തൊട്ടുപുറക്കെ വന്ന സൈന്യത്തിനെ അയാൾ വഴിതിരിച്ചു വിട്ടു. ആ പ്ലാവ് ഇപ്പോഴും അവിടെയുണ്ട്, നെയ്യാറ്റിങ്കര കൃഷ്ണൻകോവിലിനകത്ത്. പ്ലാവ് പൂർണ്ണമായിട്ടും അവിടെ ഇല്ല. അതിന്റെ ആ പൊത്തും കുറച്ച് ഭാഗവും ഒരു സംരക്ഷിത സ്മാരകമായിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട്, അമ്മച്ചി പ്ലാവ്. അപ്പൊ അങ്ങനെ അമ്മച്ചി പ്ലാവിന്റെ പൊത്തിനകത്ത് ഒളിച്ചിരുന്ന് രക്ഷപ്പെട്ട മാർത്താണ്ഡവർമ്മ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ വിളിക്കാറുണ്ട് നെയ്യാറ്റിങ്കരയുടെ രാജകുമാരനെന്ന്. മാർത്താണ്ഡവർമ്മയെ നമ്മൾ വിളിക്കാറുണ്ട്. ഇനി അതുപോലെ നമ്മൾ അദ്ദേഹത്തെ ആധുനിക അശോകൻ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് ആധുനിക അശോകൻ എന്ന് വിളിക്കുന്നത്? അശോക ചക്രവർത്തി കലിംഗ യുദ്ധത്തോടുകൂടി യുദ്ധമൊക്കെ മതിയാക്കി ബുദ്ധമതം സ്വീകരിച്ചു.
ബുദ്ധമതത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ടു അല്ലെ. അപ്പൊ നമ്മുടെ മാർത്താണ്ഡവർമ്മ ബുധനായില്ല, അതുകൊണ്ടല്ല അങ്ങനെ വിളിച്ചത്. പിന്നെന്തിനാ അങ്ങനെ വിളിച്ചത്? മാർത്താണ്ഡവർമ്മ ആദ്യം വേണാടിലെ രാജാവായില്ലോ, ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് വേണാടിന്റെ ചുറ്റുപാടും ഉണ്ടായിരുന്ന പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുത്ത് വേണാടോട് ചേർക്കായിരുന്നു. അപ്പൊ അതിനു മുമ്പ് വീട്ടിപ്പിള്ളമാരെയും തമ്പിമാരെയൊക്കെ വധിച്ചു. നിണവും ഇരുമ്പും എന്ന് പറയുന്ന നയം സ്വീകരിച്ചു തിരുവിതാംകൂർ രാജാവ്. നിണവും ഇരുമ്പും, രക്തവും വാളും അല്ലേ, അത് തന്നെയാണ്. അപ്പൊ അങ്ങനെ വീട്ടിപ്പിള്ളമാരെ നശിപ്പിച്ചു. പിന്നെ ചുറ്റുപാടുമുള്ള നാട്ടുരാജ്യങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ പിടിച്ചെടുത്തു. നമ്മുടെ കായംകുളം അക്കാലത്ത് അറിയപ്പെടുന്ന ഓടനാട് എന്നാണ്. കായംകുളം പിടിച്ചെടുത്തു പുറക്കാട് യുദ്ധത്തിലൂടെ. അതുപോലെ നമ്മുടെ കൊട്ടാരക്കര ഇളയിടത്ത് സ്വരൂപം ആണ് കൊട്ടാരക്കര പിടിച്ചിരുന്നത്. ഇളയിടത്ത് റാണി ഇളയിടത്ത് സ്വരൂപത്തിന്റെ കയ്യിൽ നിന്ന് കൊട്ടാരക്കര പിടിച്ചെടുത്തു. പിന്നെ അതുപോലെ നമ്മുടെ തിരുവിതാംകൂറിലെ രാജവംശം ഏതാണ്? മാർത്താണ്ഡവർമ്മയുടെ രാജവംശം ഏതാണ്? അത് തൃപ്പാപ്പൂർ സ്വരൂപമാണ്. തൃപ്പാപ്പൂർ സ്വരൂപം അല്ലെങ്കിൽ തിരുവാങ്കൂട്ട് സ്വരൂപം. ഞാൻ പെട്ടെന്ന് ഓർത്തത് ഇളയിടത്ത് സ്വരൂപം പറഞ്ഞപ്പോഴാണ്. കൊട്ടാരക്കര ഭരിച്ചിരുന്ന രാജവംശമാണ് ഇളയിടത്ത് സ്വരൂപം. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജവംശമാണ് തൃപ്പാപ്പൂർ സ്വരൂപം അല്ലെങ്കിൽ തിരുവാങ്കൂട്ട് സ്വരൂപം. അതുപോലെ നമ്മുടെ അമ്പലപ്പുഴ ചെമ്പകശ്ശേരി രാജാവിന്റെ കയ്യിൽ നിന്ന് അമ്പലപ്പുഴ പിടിച്ചെടുത്തു. അപ്പോൾ അമ്പലപ്പുഴ പിടിച്ചെടുക്കുമ്പോൾ അവിടുന്ന് അദ്ദേഹത്തിന് കിട്ടിയ പ്രശസ്തനായ ഒരു കവിയുണ്ട്, നമ്മുടെ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജാതാവ് എന്നൊക്കെ പറയുന്ന കുഞ്ചൻ നമ്പ്യാർ അവിടെ നിന്ന് കിട്ടിയതാണ്. അപ്പൊ നമ്പ്യാര് പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലായിരുന്നു. നമ്പ്യാര് മാത്രമല്ല, നമ്മുടെ രാമപുരത്തുവാര്, കുചേലവൃത്തം വഞ്ചിപ്പാട്ടൊക്കെ എഴുതിയ രാമപുരത്തുവാര് നമ്പ്യാരാണല്ലോ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. കല്യാണ സുഗന്ധികം അവതരിപ്പിച്ചുകൊണ്ട് തുടങ്ങി അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തില്. അപ്പൊ നമ്പ്യാര്, രാമപുരത്തുവാര്, പിന്നെ ഈ നളചരിതം ആട്ടക്കഥ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ കൃതി എന്ന് പറയുന്ന നളചരിതം എഴുതിയ ഉണ്ണായി വാര്യര്. അപ്പൊ ഉണ്ണായി വാര്യരും കുഞ്ഞൻ നമ്പ്യാരും രാമപുരത്ത് വാര്യരും ഒക്കെ ആരുടെ സദസ്സിലുണ്ടായിരുന്നു? മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു വിദേശ രാജ്യവുമായിട്ടും അദ്ദേഹം, ഒരു വിദേശ ശക്തിയുമായിട്ട് അദ്ദേഹത്തിന് ഏറ്റുമുട്ടേണ്ടി വന്നു. നമ്മുടെ ഡച്ചുകാര് കൊട്ടാരക്കര റാണിയെ സഹായിക്കാൻ വേണ്ടി അവർ അവിടെ വന്നു. ഇളയിടത്ത് റാണിയെ സഹായിക്കാൻ അവരുണ്ടായിരുന്നു, ഡച്ചുകാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ 1741 കുളച്ചെടുത്ത് 1741 കുളച്ചെടുത്തതിൽ ഡച്ചുകാരെ പൂർണ്ണമായിട്ട് ആര് പരാജയപ്പെടുത്തുകയാണ്? മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തുകയാണ്. കുളച്ചെടുത്തം 1741 ആഗസ്റ്റ് 10 ഡച്ചുകാർ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു. അപ്പോൾ ഡച്ച് സൈന്യത്തിന് നേതൃത്വം കൊടുത്ത ഒരാളുണ്ട്, ക്യാപ്റ്റൻ ഡിലനോയിയെ മാർത്താണ്ഡവർമ്മ തടവുകാരനായി പിടിച്ചു. പക്ഷെ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുകയല്ല ചെയ്തത്. അദ്ദേഹത്തെ കൊണ്ട് മാർത്താണ്ഡവർമ്മ തന്റെ സൈന്യത്തെ പരിശീലിപ്പിക്കുക ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നമ്മളെ ക്യാപ്റ്റൻ ഡിലനോയിയെ വലിയ കപ്പിത്താൻ എന്ന് വിളിക്കുന്നു. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ക്യാപ്റ്റൻ ഡിലനോയാണ്. അദ്ദേഹം ഇവിടെ വെച്ച് തന്നെ മരണമടഞ്ഞു. അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തക്കലയ്ക്കടുത്തുള്ള ഉദയഗിരി കോട്ടയിലാണ്. തക്കലയ്ക്കടുത്തുള്ള ഉദയഗിരി കോട്ടയിലാണ് ക്യാപ്റ്റൻ ഡിലനോയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഡച്ചുകാര് ഇന്ത്യയിൽ ഒരു വിദേശ ശക്തിയെ പരാജയപ്പെടുത്തുന്ന ആദ്യ രാജാവെന്ന് പറയുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു മാവേലിക്കര ഉടമ്പടിയുണ്ട്. ആ മാവേലിക്കര ഉടമ്പടിയോടുകൂടി ഇന്ത്യയിലെ ഡച്ച് ശക്തി പൂർണ്ണമായിട്ടും ഇല്ലാതാകുകയാണ്. എന്തായാലും ഡച്ചുകാരൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭാവന കൂടി നമുക്ക് വന്നു പോയിട്ടുണ്ടായി. ഒരു പുസ്തകം, നമ്മുടെ മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഒരു പുസ്തകം. ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് നമുക്ക് പിന്നീട് ഒരു സന്ദർഭത്തിൽ ഒരു ഷോർട്ടായിട്ട് പറയാനുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഞാൻ പിന്നീട് പറയാം. പിന്നെ മാർത്താണ്ഡവർമ്മയിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പൊ ഇങ്ങനെ തന്റെ രാജ്യമൊക്കെ വിസ്തൃതമാക്കിയ മാർത്താണ്ഡവർമ്മ പത്മനാഭദാസൻ എന്നറിയപ്പെട്ടു. അതങ്ങനെ അദ്ദേഹം പത്മനാഭദാസനായി. അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രം പണിയെടുപ്പിച്ചു. അവിടുത്തെ ആ ഒറ്റക്കൽ മണ്ഡപമൊക്കെ പണിയെടുപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. എന്നിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തില് ലക്ഷദീപം, ഭദ്രദീപം, മുറജപം തുടങ്ങിയ പരിപാടികളൊക്കെ ആരംഭിച്ചു മാർത്താണ്ഡവർമ്മ. ഭദ്രദീപം, ലക്ഷദീപം, മുറജപം തുടങ്ങിയവ ആരംഭിച്ച മാർത്താണ്ഡവർമ്മയാണ്. പിന്നെ അതുപോലെ ഈ തിരുവിതാംകൂറിലെ രാജാക്കന്മാര് രാജാവാകുന്നതിന് വേണ്ടി നടത്തിയിരുന്ന ഒരു ചടങ്ങുണ്ട്, ഹിരണ്യഗർഭം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആരംഭിച്ചൊരു പരിപാടിയാണ് ഹിരണ്യഗർഭം. അപ്പൊ അങ്ങനെ രാജാവായി വരുന്ന മാർത്താണ്ഡവർമ്മ ഇപ്പോ ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറയുന്നതിന് കാരണം, ഇതൊക്കെ ചെയ്ത അദ്ദേഹം താൻ വിശാലമാക്കിയ തന്റെ രാജ്യത്തെ തന്റെ കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചു. എന്നിട്ട് ഇനി മുതൽ താനും തന്റെ പിൻഗാമികളും പത്മനാഭദാസന്മാരായി രാജ്യം ഭരിച്ചുകൊള്ളുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ആ സംഭവത്തിന് നമ്മൾ പറയുന്നത് തൃപ്പടി ദാനം എന്നാണ്. തൃപ്പടി ദാനം 1750 ജനുവരി 3 1750 ജനുവരി 3 മാർത്താണ്ഡവർമ്മ തൃപ്പടി ദാനം നടത്തിയത്. അപ്പൊ തൃപ്പടി ദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയാണ്.
ഇനി അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ നമ്മൾ പറയുമ്പോൾ കുറേ നല്ല പരിഷ്കാരങ്ങൾ അദ്ദേഹം തിരുവിതാംകൂറിൽ കൊണ്ടുവന്നു. തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ഒരു വാർഷിക ബജറ്റ് സമ്പ്രദായം, പതിവ് കണക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വാർഷിക ബജറ്റ് സമ്പ്രദായത്തിനോട് കുറിച്ച് മാർത്താണ്ഡവർമ്മയാണ്. പിന്നെ അതുപോലെ അദ്ദേഹത്തിന്റെ കാലത്ത് പള്ളിയാടി മല്ലൻ ശങ്കരൻ എന്നൊരു റവന്യൂ ഓഫീസറെ നിയമിക്കുകയും ഭൂമി മുഴുവനും അളന്ന് തിട്ടപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ തിരുവിതാംകൂറിൽ ആദ്യമായിട്ടൊരു ഭൂ സർവേ നടത്തിയത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. പള്ളിയാടി മല്ലൻ ശങ്കരൻ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുകയും ഭൂമിയെ 4ആയി തിരിക്കുകയും ചെയ്തു. ക്ഷേത്രം വക ഭൂമിയെ വിളിച്ചു ദേവസ്വം ഭൂമി, ബ്രാഹ്മണന്മാരുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമിയെ വിളിച്ചു ബ്രഹ്മസ്വം ഭൂമി. പിന്നെ അതുപോലെ ദേവസ്വം ഭൂമി, ബ്രഹ്മസ്വം ഭൂമി, സർക്കാർ വക ഭൂമി വിളിച്ചു പണ്ടാരവക ഭൂമി. ബാക്കിയുള്ള ഭൂമിയെ വിരുത്തി ഭൂമി അല്ലെങ്കിൽ ദാനം ഭൂമി എന്ന് വിളിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്ത് നടന്നത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. പിന്നെ അദ്ദേഹത്തിന്റെ വളരെ ശക്തമായ ഒരു വാണിജ്യ വകുപ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ വാണിജ്യ വകുപ്പ് അറിയപ്പെട്ടിരുന്നത് മുളകുമടിശീല എന്നാണ്. മുളകുമടിശീല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തലസ്ഥാനം എന്ന് പറയുന്നത് കൽക്കുളമായിരുന്നു. രാഷ്ട്രീയ തലസ്ഥാനം കൽക്കുളമാണ്. അദ്ദേഹത്തിന്റെ വ്യാപാര തലസ്ഥാനം മാവേലിക്കരയായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനം എന്ന് പറയുന്നത് മാവേലിക്കരയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ കാലത്ത് രാജ്യത്തിനെ 15 മണ്ഡപത്തും വാതിൽക്കലുകളായിട്ട് തിരിച്ചിരുന്നു. എന്താ സംഭവം? മണ്ഡപത്തും വാതിൽക്കൽ താലൂക്കുകൾ. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് 15 താലൂക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ താലൂക്കുകൾ അറിയപ്പെട്ടിരുന്ന പേരാണ് മണ്ഡപത്തും വാതിൽക്കൽ. പിന്നെ വില്ലേജുകൾ അറിയപ്പെട്ടിരുന്നത് പകുതി എന്ന പേരിലാണ്. വില്ലേജുകൾ അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത് പകുതി എന്ന പേരിലാണ്. പിന്നെ അതുപോലെ നമുക്ക് മാർത്താണ്ഡവർമ്മയെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും തിരുവിതാംകൂർ രാജ്യവിസ്തൃതി ഏറ്റവും അധികം ഉണ്ടായത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. അപ്പോൾ ജന്മിമാരെ ഇല്ലാതാക്കിയാരും പറഞ്ഞു വീട്ടിൽ പിള്ളമാരും ജന്മിമാരെയൊക്കെ അങ്ങനെ തിരുവിതാംകൂറിൽ ജന്മിത്വം അവസാനിപ്പിച്ചു. അപ്പോൾ രാജ്യവിസ്തൃതി ഏറ്റവും അധികം കൂടിയത് ഏറ്റവും അധികം വർദ്ധിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. അദ്ദേഹത്തെ നമ്മൾ ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവ് എന്ന് വിളിച്ചു, നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് വിളിച്ചു, ആധുനിക അശോകൻ എന്ന് വിളിച്ചു. അപ്പൊ ഞാൻ ആധുനിക അശോകൻ എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണെന്ന് ഇങ്ങനെ പറഞ്ഞു വരികയായിരുന്നല്ലോ അവിടേക്ക്. അപ്പൊ അങ്ങനെ ഈ ചുറ്റുപാടുള്ള രാജ്യങ്ങളൊക്കെ വെട്ടിപ്പിടിച്ച് എല്ലാം ചെയ്തതിനു ശേഷം അവസാനം എന്താ ചെയ്ത് എല്ലാം കൂടി ആർക്ക് സമർപ്പിച്ചു? ശ്രീ പത്മനാഭന് സമർപ്പിച്ചു. നമ്മൾ പറഞ്ഞല്ലോ തൃപ്പടിദാനം. എന്നിട്ട് ഇനി മുതൽ താൻ അതിന്റെ പിൻഗാമികളും പത്മനാഭദാസന്മാരായ ഈ രാജ്യം ഭരിച്ചുകൊള്ളുമെന്ന് പ്രതിജ്ഞയൊക്കെ ചെയ്തു. പിന്നീട് അദ്ദേഹം ഇതൊക്കെ മതിയാക്കി സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് പോയി. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ആധുനിക അശോകൻ എന്ന് വിളിച്ചത്. പിന്നെ അതുപോലെ ഹിരണ്യഗർഭൻ നമ്മൾ പറയുകയുണ്ടായി. ആദ്യമായിട്ട് ഭൂസർവ്വെ നടത്തിയ അദ്ദേഹത്തിന്റെ കാലത്ത് എന്ന് പറഞ്ഞു. പതിവ് കണക്ക് എന്ന് പറഞ്ഞിട്ട് വാർഷിക ബജറ്റ് സമ്പ്രദായം ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ കാലത്താണെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ കായംകുളം പിടിച്ചെടുത്ത കാര്യം പറഞ്ഞല്ലോ. കായംകുളത്ത് അദ്ദേഹം ഒരു കൊട്ടാരം പണി കഴിപ്പിച്ചു, കൃഷ്ണപുരം കൊട്ടാരം. ആ കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് ഗജേന്ദ്ര മോക്ഷം ചിത്രീകരിച്ചിട്ടുള്ളത്. കൃഷ്ണപുരം കൊട്ടാരം അത് പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. അപ്പോൾ ഇങ്ങനെ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ആരെ കുറിച്ച് പറയുന്നത്? മാർത്താണ്ഡവർമ്മയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം അടുത്ത തിരുവിതാംകൂറിൽ വരുന്നയാള് ധർമ്മരാജയാണ്. കാർത്തിക തിരുനാൾ ധർമ്മരാജയെ കുറിച്ച് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ പറയാം.